പ്രചരണ പരിപാടികൾ അവസാനിപ്പിച്ച് മോദി കന്യാകുമാരിയിലെത്തി വിവേകാനന്ദ പാറയിൽ ധ്യാനം ആരംഭിച്ചു. 18ാം ലോക്സഭയെ നിശ്ചയിക്കുന്ന വിധിയെഴുത്ത് അവസാന ഘട്ടത്തിലേക്കും കടന്നു. 7 ഘട്ടങ്ങളായി നിശ്ചയിച്ച വോട്ടെടുപ്പിന്റെ 6 ഘട്ടങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. 7ാം ഘട്ടത്തിന്റെ പരസ്യ പ്രചരണം അല്പസമയം മുമ്പ് കൊടിയിറങ്ങി. ജനമനസ് വോട്ടിംഗ് യന്ത്രങ്ങളിൽ സ്വപ്നം കണ്ടു കഴിയുന്നു. ഉഷ്ണതരംഗങ്ങൾ ആഞ്ഞുവീശുകയും രാഷ്ട്രീയ തരംഗങ്ങൾ അപ്രത്യക്ഷമാവുകയും ചെയ്ത തെരഞ്ഞെടുപ്പിൽ എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ജനവിധി? വികസനം മുതൽ മതവിദ്വേഷം വരെ, കച്ചത്തീവ് മുതൽ ചമ്പാരൻ മട്ടൻ വരെ, മംഗല്യസൂത്രം മുതൽ കന്യാകുമാരി ധ്യാനം വരെ ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനത്തിലുണ്ടായ ഇടിവ് ഇക്കുറി ഏത് മുന്നണിയെ തുണയ്ക്കും? വോട്ടിങ്ങിലെ മാന്യം ആർക്കനുകൂലമാകും? BJPക്ക് 3ാം ഊഴമോ? അതോ ഇന്ത്യ സഖ്യം അട്ടിമറി സാധ്യതയിലോ? രാഷ്ട്രീയം മാറ്റിയെഴുതാൻ പ്രാദേശിക പാർട്ടികൾക്ക് എത്ര കഴിയും? പ്രചരണ പരിപാടികൾ അവസാനിപ്പിച്ച മോദിയുടേത് ആത്മവിശ്വാസ മുനമ്പിലുള്ള ധ്യാനമോ? ചർച്ചയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ ധ്യാനത്തിനായി കന്യാകുമാരിയിലെത്തി. കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ബോട്ടിലാണ് മോദി വിവേകാനന്ദ പാറയിലെത്തിയത്. മറ്റന്നാൾ ഉച്ചവരെയാണ് പ്രധാനമന്ത്രിയുടെ ധ്യാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം മറ്റന്നാൾ നടക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രി മോദി വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനമിരിക്കുന്നത്. കന്യാകുമാരിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അല്ലമീൻ ചേരുന്നു തത്സമയം. അല്ലമീൻ, മോദി അല്പസമയം മുമ്പ് വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിനു വേണ്ടിയുള്ള തുടക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. തിരുവള്ളൂർ പ്രതിമയിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണോ ധ്യാനം ആരംഭിക്കുക? ഈ ദൃശ്യങ്ങളെല്ലാം തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങൾക്കെതിരാണ് എന്ന് പ്രതിപക്ഷം പറയുന്നു. മാത്രവുമല്ല, പരസ്യ പ്രചരണം അവസാനിക്കുകയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രചരണത്തിന് ഉതകുന്ന തരത്തിൽ ഈ ധ്യാനത്തിന്റെ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തത് വിലക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നിരസിക്കുകയും ചെയ്തു. എന്താണ് ഇപ്പോൾ കന്യാകുമാരിയിൽ സംഭവിക്കുന്നത്? അരുൺകുമാർ, പ്രധാനമന്ത്രി ഏതായിരുന്നാലും കന്യാകുമാരിയിൽ എത്തിയിരിക്കുകയാണ്. കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം എനിക്ക് പിന്നിലുള്ള വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ധ്യാനത്തിനായി കയറി പോവുകയും ചെയ്തിട്ടുണ്ട്. വലിയ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. പല മാനങ്ങളുള്ള ഒരു ധ്യാനമാണ്, അല്ലെങ്കിൽ പല മാനങ്ങളുള്ള ഒരു സന്ദർശനമാണ്, പല മാനങ്ങളുള്ള ഒരു നീക്കത്തിലേക്കാണ് പ്രധാനമന്ത്രി കടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പല ഘട്ടങ്ങളിലും പ്രധാനമന്ത്രി ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച വിവിധ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ നടത്തിയിരുന്നു. ആ 2 മാസത്തിലേറെ നീണ്ട പ്രചരണത്തിന് കൊടിയിറങ്ങുമ്പോൾ അതിൻ്റെ അവസാന ലാപ്പിലും പ്രധാനമന്ത്രി ഉത്തരേന്ത്യയിൽ ഒരു മുനമ്പിലേക്ക് തന്നെ വരുന്നു എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഏതായാലും ഈ ധ്യാനത്തിലൂടെ എന്താണ് പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ആത്മീയതയിലേക്കുള്ളൊരു യാത്രയാണോ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രചരണ പ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടം ആ ധ്യാനത്തിന് നല്ല നിമിഷങ്ങളായി പ്രധാനമന്ത്രി നോക്കിക്കാണുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ഒരു ആയുധമായി ചോദിക്കുന്ന ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെയും അവസാന ഘട്ടത്തിലാണ്, അവസാന ലാപ്പിലാണ് അദ്ദേഹം കേദാർനാഥിൻ്റെ മലമടക്കുകളിലേക്ക് ധ്യാന നിമഗ്നനാകാനായി പോകുന്നത്. ഇപ്പോഴും സമാനമായ രീതിയിൽ കന്യാകുമാരിയിലെ ത്രിവേണി സംഗമ ഭൂമിയിലേക്ക് അദ്ദേഹം വരികയും ചെയ്യുന്നുണ്ട്. ആത്മീയതയിലേക്കുള്ള യാത്ര എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ അജണ്ടകൾ നിശ്ചയിച്ചുള്ള ഒരു ധ്യാനത്തിലേക്കാണ് പ്രധാനമന്ത്രി നിമഗ്നനാകാൻ പോകുന്നത് എന്നുള്ളൊരു ആരോപണമാണ് പ്രതിപക്ഷം വലിയ രീതിയിൽ ഉയർത്തുന്നത്. എന്ന് മാത്രമല്ല, ഞാനിപ്പോൾ നിൽക്കുന്ന കന്യാകുമാരിയിൽ അതിശക്തമായിട്ടുള്ള കാറ്റാണ്, നല്ല കാറ്റാണ്. ഏതായാലും ഈ വിവേകാനന്ദ പാറയിലെ മോദിയുടെ ഈ ധ്യാനം രാജ്യത്താഞ്ഞു വീശുന്ന രാഷ്ട്രീയ കാറ്റിനെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കുമോ? അതെങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത്. ഏതായാലും മോദിയുടെ ഈ ധ്യാനത്തെ പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കാലിടറും, അല്ലെങ്കിൽ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടാക്കിയതുപോലെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു മുന്നേറ്റം സാധ്യമല്ല എന്ന തരത്തിലുള്ള പ്രവചനങ്ങളും പ്രതികരണങ്ങളും ആ രീതിയിലുള്ള ചർച്ചകളും സജീവമായി നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഈ ഒരു ധ്യാനത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളത്. അത് വോട്ടർമാരിലേക്ക് കടന്നു ചെന്നില്ലെന്നുള്ള മറ്റൊരു തന്ത്രമായിട്ടാണ്, മോദിയുടെ 18ാമത്തെ അടവായിട്ടാണ് പ്രതിപക്ഷം നോക്കിക്കാണുന്നത്. ഏതായാലും അതിനുള്ള മറുപടി എന്നും ഏതായിരുന്നാലും മോദിയുടെ ഭാഗത്തു നിന്നോ BJP കേന്ദ്രങ്ങളിൽ നിന്നോ വന്നിട്ടില്ല എന്നുള്ളതും ഏറെ പ്രധാനമാണ്. ഏതായാലും ഈ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, മോദി മത്സരിക്കുന്ന വാരാണസിയിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം ഈ വിവേകാനന്ദ പാറയിൽ ശാന്തതയിൽ അലിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും, കാഴ്ചയായിരിക്കും നമുക്ക് കാണാനാവുക. അരുൺകുമാർ, താങ്ക് യു അല്ലമീൻ. അല്ലമീനാണ് കന്യാകുമാരിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കേദാർനാഥിലായിരുന്നു 2019 നരേന്ദ്രമോദിയുടെ ധ്യാനം. ഇപ്പോൾ ത്രിവേണി സംഗമത്തിൽ ഇങ്ങ് തെക്കേ മുനമ്പിലാണ്. നമുക്കിപ്പം അതിഥികളായി കോൺഗ്രസിൽ നിന്നും ജിൻഡോ ജോൺ, BJPയിൽ നിന്നും ബിജി വിഷ്ണു, CPMൽ നിന്നും A സമ്പത്ത് എന്നിവർ ചേരുന്നു. ആദ്യം ഞാൻ BJP പ്രതിനിധി ബിജി വിഷ്ണുവിലേക്ക്. ബിജി വിഷ്ണു, കേദാർനാഥിലെ 2019 ധ്യാനം, ഇപ്പോൾ തെക്കേ മുനമ്പിൽ കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ 2024 ധ്യാനം. ജൈവിക പ്രസവത്തിലൂടെയല്ല താൻ വന്നത് എന്ന് വിശ്വസിക്കുന്ന, ഒരുപക്ഷെ ആൾദൈവത്തിൻ്റെ സ്റ്റാറ്റസ് ഉണ്ട് എന്ന് സ്വയം വിശ്വസിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വനവാസകാലത്തിൻ്റെ തുടക്കമാണോ ഈ ധ്യാനം?
നരേന്ദ്രമോദി രാഷ്ട്രീയമായി വനവാസത്തിലേക്ക് എത്തണമെന്ന് BJP വിരുദ്ധനും അരുൺകുമാറും അടക്കം ഒരുപാട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആഗ്രഹിക്കാനുള്ള സ്വാതന്ത്ര്യമെന്ന് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അതൊന്നുമല്ല, അദ്ദേഹം ഒരു മതവിശ്വാസിയാണ്. അദ്ദേഹത്തിൻ്റെ ധ്യാനവും യോഗയുമെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അദ്ദേഹം ധ്യാനം ചെയ്യുന്നത് നിങ്ങളതിന് രാഷ്ട്രീയമായി നിലനിൽക്കുന്നു മാത്രമേ ഉള്ളൂ. അതിൽ യാതൊരു രാഷ്ട്രീയവുമില്ല. അദ്ദേഹത്തിൻ്റെ തികച്ചും സ്വകാര്യപരമായ ഒരു ധ്യാനം തന്നെയാണ്. അതിലെന്തിനാണ് പ്രതിപക്ഷം ഇത്ര ക്രുദ്ധനാവുന്നത്? എന്തുകൊണ്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായി തൻ്റെ ജീവിതചര്യ നിർവഹിക്കുന്നതിൽ പ്രതിപക്ഷം അതിൽ രാഷ്ട്രീയം കാണുന്നു? പ്രതിപക്ഷം അതിൽ ദുഷ്ടലാക്കൂടെ കാണുന്നത് അവർ പരാജയം മണത്തതുകൊണ്ടാണ്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഫേസിൽ പോലും ഒരു സംസ്ഥാനത്ത് പോലും മുന്നേറാൻ INDA സഖ്യത്തിന് കഴിയാത്തത് കൊണ്ടാണ് നരേന്ദ്രമോദിക്കെതിരെ ബാലിശമായ വാദങ്ങൾ നിർത്തുകയും അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ ഉൾപ്പെടെ എത്തിച്ചേർന്നത് കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്ത് ജൂൺ 4 ക്യാമറയിലൂടെയും രാജ്യമെങ്ങും തത്സമയ സംവിധാനത്തിലൂടെ സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്ന ദൃശ്യമാണോ സ്വകാര്യത? അല്ല, ധ്യാനമാണ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യത എന്ന് പറയുന്നത്. അല്ലാതെ മാധ്യമങ്ങളിലൂടെ സംപ്രേഷണം ചെയ്യുന്നത് നിങ്ങളെല്ലാവരാണ്. അല്ലാതെ അവിടെ നരേന്ദ്രമോദി വിളിച്ച് നിങ്ങളോട് പോയി ചിത്രീകരിക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഒരു കാര്യത്തിന് പോകുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ കവർ ചെയ്യുന്നു. അത് നിങ്ങളുടെ ഒരു മൈലേജിന് കൂടി വേണ്ടി മാത്രമാണ്. അദ്ദേഹത്തെ അല്ലാതെ വെറുതെ വിടും. അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ ഈശ്വര വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ ധ്യാനത്തിലിരിക്കുന്നത്. അതിലെന്തിനാണ് കോൺഗ്രസ് ഇത്രയും ക്രുദ്ധനാവുന്നത്? മാധ്യമങ്ങൾക്ക് ഇത്രയും പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് തെരഞ്ഞെടുപ്പിലെ പരസ്യപ്രചരണം അവസാനിച്ചിരിക്കുന്നു. പരസ്യപ്രചരണം അവസാനിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണവും ഒരു ദൃശ്യമാധ്യമത്തിലൂടെയും സാധ്യമല്ലാതിരിക്കെയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അത്തരമൊരു വിഷ്വൽ ട്രീറ്റിന് ഇടയാകുന്ന തരത്തിലുള്ള ധ്യാന സന്ദർശനം നടത്തുന്നത് എന്നതാണ് ആരോപണം. അദ്ദേഹം അയോധ്യയിൽ പോകാറുണ്ട്, അദ്ദേഹം കാശിയിൽ പോകാറുണ്ട്. ഈ രാജ്യത്തെ വിശ്വാസ കേന്ദ്രങ്ങളിലെല്ലാം പോവുകയും അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഒരു വിശ്വാസമുണ്ട്. അത് അദ്ദേഹം വ്യക്തി എന്ന രീതിയിൽ കൃത്യമായി അത് പരിപാലിക്കുകയും ചെയ്യുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയുടെ ഭാഗമാണ്. അതിൽ രാഷ്ട്രീയം കാണുന്നത് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതിനെ ആവർത്തിക്കുന്നു, വെറും ദുഷ്ടലാക്കൂടെ മാത്രമാണ്. ഇതിൽ യാതൊരുവിധ രാഷ്ട്രീയവുമില്ല. തികച്ചും അദ്ദേഹത്തിൻ്റെ യോഗയും ധ്യാനവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അദ്ദേഹം രാഷ്ട്രീയമായി വനവാസം ചെയ്യുന്നുവെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. നരേന്ദ്രമോദി ജൂൺ 4 11-12 മണിയോടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന വാർത്തകളായിരിക്കും നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് എത്താം. ജിൻഡോ ജോൺ, ആത്മവിശ്വാസത്തിൻ്റെ മുൻപിലാണ് പ്രധാനമന്ത്രി ധ്യാനം കൂടാൻ വരുന്നത്. പ്രധാനമന്ത്രിയുടെ ധ്യാനത്തിന് എന്തിനാണ് പ്രതിപക്ഷ നേതാക്കൾക്ക് ഇത്ര അതൃപ്തിയും ഇത്ര വലിയ അസ്വസ്ഥതയും? അല്ല അരുൺകുമാറെ, ഞങ്ങൾക്ക് അതൃപ്തിയും അസ്വസ്ഥയുമല്ല. അദ്ദേഹം നാട്ടുകാരുടെ ചെലവിൽ ധ്യാനം കൂടുന്നതിൽ, അല്ലെങ്കിൽ ആ ധ്യാനം തന്നെ ഒരു പ്രചരണമാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഇത്രയും ചെലവേറിയ ധ്യാനം നടത്തുന്നതിൽ ഞങ്ങൾക്കുള്ള അസ്വസ്ഥയല്ല ഇവിടുത്തെ പ്രശ്നം. ഇദ്ദേഹം കുറേ കാലം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ കാലം തൊട്ട് ധ്യാനം ഇരിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നതിന്. അത്രത്തോളം വിഷം അല്ലെങ്കിൽ വർഗീയത, വെറുപ്പ് വിളമ്പുന്ന പരിപാടി അവസാനിച്ചതിന്. മാത്രമല്ല, ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന സ്ഥാനം ഇത്രത്തോളം വിഡ്ഢിത്തം വിളമ്പുന്ന ആളുടെ കയ്യിലാണല്ലോ എന്നുള്ള നാണക്കേട് നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് അറിഞ്ഞത് ഗാന്ധി സിനിമ വന്നതിന് ശേഷമാണെന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ പൊളിറ്റിക്കൽ സയൻസിൽ ഇത്രയും വലിയ ഡിഗ്രിയൊക്കെയുള്ള അദ്ദേഹം പറയുമ്പോൾ അത് ലോകത്തിന് മുമ്പിൽ ഈ രാജ്യത്തിൻ്റെ നാണക്കേടിൻ്റെ മുഖമായിട്ട് അദ്ദേഹം മാറുകയാണ്. അദ്ദേഹം ധ്യാനം ഇരിക്കുന്നതല്ല നമ്മുടെ പ്രശ്നം. അദ്ദേഹം ധ്യാനം ഇരുന്നോട്ടെ, നമ്മുടെ ചെലവിൽ തന്നെ ധ്യാനം ഇരുന്നോട്ടെ. പക്ഷെ അതൊരു പ്രചരണ പരിപാടിയാക്കി മാറ്റിക്കൊണ്ട് ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിവേകാനന്ദ പാറയിൽ വന്ന് പ്രത്യേക താല്പര്യത്തോടെ ധ്യാനം ഇരിക്കുന്നതിൻ്റെ ലക്ഷ്യമൊക്കെ നാട്ടിലെ ആളുകൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം ഇരുന്ന ഈ 10 വർഷക്കാലം ഈ രാജ്യത്ത് അദ്ദേഹം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടോ നാട്ടുകാർക്ക് അനുഭവവേദ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു നന്മയെക്കുറിച്ചോ പറഞ്ഞ് ഒരു ദിവസം പോലും പ്രചരണം നടത്താൻ അദ്ദേഹത്തിന് ആത്മധൈര്യം ഉണ്ടായില്ല. കാരണം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഈ രാജ്യത്ത്. പകരം അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം വർഗീയ വിദ്വേഷം വിളമ്പുന്ന രീതിയിൽ പ്രസംഗിക്കുന്നു. താങ്കൾ തന്നെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി ഉണ്ടാക്കുന്ന മട്ടൻ കറിയെക്കുറിച്ച് വരെ പ്രസംഗിക്കുന്ന നരേന്ദ്രമോദി 10 വർഷക്കാലത്തെ തൻ്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നുള്ളത് നമുക്ക് കാണണ്ടേ. ഇവിടെ BG വിഷ്ണു പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണ് ധ്യാനമെന്ന. യമ നിയമങ്ങളുണ്ട്. ഈ യോഗയെക്കുറിച്ചിട്ടൊക്കെയാണ് BG വിഷ്ണു പറയുന്നത്.
സത്യത്തിൽ മോദി ധ്യാനം നടത്താൻ പോകുന്നതും യോഗ നടത്താൻ പോകുന്നതും ഒക്കെ നാട്ടുകാരുടെ ഒരു യോഗമായിട്ട് നമ്മൾ കാണണം. കാരണം ഈ യോഗയുടെ ബേസിക് തിയറി, ബേസിക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി യമ നിയമങ്ങളെ കുറിച്ചിട്ട് അറിയാമെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്വേഷങ്ങളോ വെറുപ്പോ ഒന്നും പറയില്ല. BG വിഷ്ണുവിനെ പോലുള്ള ആളുകൾക്കും ഇത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് യോഗയുടെ ബേസിക് കൺസെപ്റ്റ് ആയിട്ടുള്ള യമ നിയമങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. സത്യവും അഹിംസയും ആസ്ഥേയവും ബ്രഹ്മചര്യവും ഒക്കെ പറയുന്ന ആളുകൾ സത്യം മാത്രം പറയാനായിട്ട് ഒരിക്കലെങ്കിലും അദ്ദേഹത്തിന്റെ നാവ് ഉയർത്തുന്ന ഒരു കാഴ്ച ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ള ഒരു ആകാംക്ഷയോടെയാണ് ഇന്ത്യ പ്രതിപക്ഷം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. മാത്രമല്ല, സ്വകാര്യത ഈ പറഞ്ഞ പോലെ ഒരുപാട് ക്യാമറകളുടെ മുമ്പിലൂടെ ലോകത്തെ മുഴുവൻ കാണിച്ചുകൊണ്ട് അല്ല ഈ നാട്ടിലെ ആളുകൾ ധ്യാനിക്കുന്നത്. എത്രയോ ധ്യാന ഗുരുക്കന്മാർ, എത്രയോ ധ്യാനിക്കുന്ന സന്യാസിമാർ, എത്രയോ വ്യക്തികൾ ധ്യാനിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രം ധ്യാനിക്കുന്ന ഏകാംഗ ധ്യാനം ലോകം മുഴുവൻ സംപ്രേഷണം ചെയ്യുന്ന രീതിയിലേക്ക് പ്രചരണം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നമ്മൾ കൂട്ടി വായിക്കണം. ആത്മവിശ്വാസം തകർന്ന് പാതാളത്തോളം തകർന്നു നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ അവസാന അടവാണ് ഈ ലാസ്റ്റ് ഘട്ടത്തിൽ എങ്ങാനും ഒരു 10 വോട്ട് സ്വാധീനിക്കാൻ സാധിക്കുമെങ്കിൽ താൻ 10 ദിവസം 2 ദിവസം മിണ്ടാതിരുന്നാൽ അതിൻ്റെ പേരിലെങ്കിലും 10 വോട്ട് കിട്ടിയാൽ അങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമോ, അധികാരത്തിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ള അവസാന ശ്രമമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് മാറ്റുന്നതിനെയാണ് കോൺഗ്രസ് എതിർക്കുന്നത്. CPM പ്രതിനിധി എ സമ്പത്ത്. ശ്രീ എ സമ്പത്ത്, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനത്തിൻ്റെ തത്സമയ സംപ്രേഷണം തടയണമെന്നാണ് CPM അടക്കമുള്ള പാർട്ടികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതെന്തിനാണ് പാർട്ടികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഇതൊരു പരസ്യപ്രചരണമാണ്. പരസ്യപ്രചരണത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടും ആ ദൃശ്യങ്ങളിലൂടെ പരസ്യപ്രചരണം നടത്തുന്നു എന്നതാണോ നിങ്ങളുടെ ആക്ഷേപം? അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾ ക്യാമറയുമായി വരുമെന്ന്. നരേന്ദ്രമോദി ഉള്ളിടത്തേക്ക് ക്യാമറയുമായി പോകുന്നത് കാണാൻ ആളുകളുള്ളത് കൊണ്ടാണ് ടെലിവിഷൻ ചാനലുകൾ ആ ക്യാമറ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നു. അതിന് എങ്ങനെയാണ് നരേന്ദ്രമോദി കുറ്റക്കാരനാവുന്നത് എന്നാണ് BJPയുടെ ചോദ്യം. ഡോക്ടർ അരുൺകുമാറെ, ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇന്ത്യയുടെ നിലവിലെ പ്രധാനമന്ത്രിയുടെ സമീപകാല പ്രസ്താവനകളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഈ ഒരു വേളയിൽ ചർച്ച ചെയ്യുന്നത്, അത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും താങ്കൾ തന്നെ ആ കാര്യത്തെ സംബന്ധിച്ച് തുടരും എന്ന വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. ഞാനൊരു 3-4 മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ വിഷ്ണു പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ പൂർണ്ണമായി വിയോജിക്കുകയാണ്. എല്ലാ ബഹുമാനവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ വിഷ്ണു പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ പൂർണ്ണമായി വിയോജിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഷ്ട്രപിതാവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഈ ലോകം മുഴുവൻ കണ്ടതും കേട്ടതുമാണ്. മോദി ഇന്നത്തെ പ്രധാനമന്ത്രി ജനിക്കുന്നതിന് മുമ്പ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് വിശേഷിപ്പിക്കാൻ BJPക്കാരും RSSകാരും ആഗ്രഹിക്കുന്ന മഹാത്മാഗാന്ധിയെ 5 തവണയാണ് നോബൽ സമ്മാനത്തിന് വേണ്ടിയുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. പക്ഷേ 5 തവണയും അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കപ്പെടാതെ പോകുന്നത് നോബൽ സമ്മാന ജേതാവാകാത്ത പോയതിൻ്റെ, അങ്ങനെ ലഭിക്കാതെ പോയതിൻ്റെ കാരണമെന്നുള്ളത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ആ പടനായകനായിരുന്നു അദ്ദേഹം എന്നുള്ളതും ലോകം അതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വ്യത്യസ്തമായ ഒരു സമരമാർഗം അവലംബിച്ചു. അങ്ങനെ ഉറങ്ങിക്കിടന്ന ഇന്ത്യയെ ഉണർത്തിയെടുത്തു. ഇടതുപക്ഷം മുതൽ വലതുപക്ഷം വരെയും എല്ലാ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവരും കുബേരന്മാർ മുതൽ കുചേലന്മാർ വരെയും അതിൽ അണിനിരന്നു എന്നുള്ളതും ഇതിൻ്റെ ഈ ഒരു സമരത്തിൻ്റെതായിട്ടുള്ള വ്യാപ്തി എന്നുള്ളത് നമ്മൾ പിന്നീട് അറിയേണ്ടത് അപ്പാർത്തൈഡിനെതിരായി, വർണ്ണവിവേചനത്തിനെതിരായി ദക്ഷിണാഫ്രിക്കയിൽ താൻ നടത്തുന്ന സമരത്തിന് തൻ്റെ ഗുരുനാഥനായി നെൽസൺ മണ്ടേല പ്രഖ്യാപിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഈ അമേരിക്കൻ ഐക്യനാടുകൾ അവിടെ ഈ അപ്പാർത്തൈഡിൻ്റെ മറ്റൊരു രൂപവും അവിടെ ഈ കറുത്ത വംശജർക്കെതിരായി വെളുത്ത വർഗ്ഗക്കാർ നടത്തുന്നതായിട്ടുള്ള ആ ഡിസ്ക്രിമിനേഷൻ, ആ വിവേചനത്തിനെതിരായും ആ നിയമവ്യവസ്ഥയിൽ തന്നെയുള്ള ആ ഉച്ചനീചത്വങ്ങൾക്കെതിരായും മാർട്ടിൻ ലൂതർ കിങ് നടത്തിയതായിട്ടുള്ള പോരാട്ടമുണ്ട്. ആ പോരാട്ടവും അദ്ദേഹവും മഹാത്മാഗാന്ധിയെയാണ് തൻ്റെ ഗുരുവായി പ്രഖ്യാപിച്ചത്. ഇവിടെ ഇന്ത്യയുടെ ചരിത്രത്തെ മുഴുവൻ വളച്ചൊടിക്കാനും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു സ്ഥാനം നേടിയെടുക്കുന്നതിനും ഗോഡ്സയെ അവരോധിക്കുന്നതിനും ഒക്കെ നടത്തുന്ന ബോധപൂർവമായ പരിശ്രമത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഇപ്പോൾ ധ്യാനത്തിന് പോകുന്നു എന്നുള്ളത്, ഇപ്പോൾ ജിൻഡോ പറഞ്ഞ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ധ്യാനത്തിന് പോകുന്നത് അല്ലെങ്കിൽ ഒരു പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഹൈന്ദവ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ആചാര്യന്മാരും ആ ശ്രേഷ്ഠന്മാരും പണ്ഡിതന്മാരും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നന്നായി അറിയാവുന്നവരും അത്തരം കാര്യങ്ങൾ പറയേണ്ടത്
പറയട്ടെ. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ധ്യാനത്തിന് പോകുന്നത് വ്യക്തിപരമായ സ്വകാര്യതയാണ് എങ്കിൽ അവിടെ ക്യാമറയുമായി അത്തരത്തിൽ പോകുന്നവരും അത്തരത്തിൽ ഈ നമ്മുടെ ഈ മീഡിയ എന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള ഈ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളെല്ലാം ഇത് സോക്കോൾഡ് പപ്പരാസിയാണോ? അല്ലല്ലോ. അപ്പോൾ അവരേക്ക് ക്ഷണിച്ചില്ല എന്ന് പറയുമ്പോഴും നിങ്ങളെല്ലാം വരണം, നിങ്ങളെല്ലാം വരുമല്ലോ, നിങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ എന്നുള്ളത് നമ്മൾ ഈ പറയാതെ പറയുന്നതായിട്ടുള്ള ചില അത്തരത്തിലുള്ള ചില ഇൻവിറ്റേഷൻസ് ഉണ്ടല്ലോ. ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാമാണ് വാർത്ത എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ ഈ ആരുടെയെങ്കിലും ഈ നമ്മുടെ മീഡിയ എന്നുള്ളത് നമ്മുടെ ഇത്തരത്തിലുള്ള ഈ മാധ്യമങ്ങൾ, മാധ്യമ പ്രവർത്തകർ അത്തരത്തിലുള്ളവരെല്ലാം ആരുടെയെങ്കിലും പീപ്പിംഗ് ടോം ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ആരുടെയെങ്കിലും ശുചിമുറിയിലേക്ക്, ആരുടെയെങ്കിലും കിടപ്പറയിലേക്ക് ഒളിഞ്ഞു നോക്കാനെന്ന് നമ്മുടെ മാധ്യമങ്ങൾ അതിനൊന്നും പോകാറില്ലല്ലോ. അപ്പോൾ ഇവിടെ ആരും അങ്ങനെ എന്നതല്ല. മാധ്യമങ്ങളിങ്ങനെ BJP അധിക്ഷേപിക്കരുത്. ഇവിടെ പരസ്യമായ പ്രചരണം അവസാനിച്ചതിന് ശേഷവും പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിൽ താൻ നടത്തുന്ന ഒരു നാടകം ഇന്ത്യ ചിലർ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിലേക്ക് പോകും, ചിലർ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കഴിഞ്ഞാൽ ധ്യാനത്തിന് പോകും. അതെല്ലാം സ്വകാര്യതകളാണ് എന്നതല്ലേ CPM-ന്റെ നയം? അങ്ങനെയാണെങ്കിൽ ഇന്തോനേഷ്യയിൽ പോകുന്നതും സ്വകാര്യതയാണെങ്കിൽ കന്യാകുമാരിയിൽ യോഗത്തിന് പോകുന്നതും സ്വകാര്യതയെ കണക്കാക്കേണ്ടി വരും. അപ്പോൾ അതിൽ പിന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. അല്ല, ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്നുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലവിലിരിക്കുമ്പോൾ ഉണ്ട് എന്നുള്ള കാര്യം ഡോക്ടർ അരുൺകുമാറും സമ്മതിക്കുമല്ലോ. MCC അവസാനിച്ചോ അതല്ല നിലനിൽക്കുകയാണോ അരുണേ? മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലവിലിരിക്കുകയല്ലേ? അതുകൊണ്ടാണല്ലോ ഇന്ത്യ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അടക്കം അത്തരത്തിൽ പരമപ്രധാനമായ പല തീരുമാനങ്ങളും എടുക്കാൻ കഴിയാത്തതും നടപ്പാക്കാൻ കഴിയാത്തതും അത്തരത്തിൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ് നരേന്ദ്രമോദി. BJP-യുടെ ഭാഗ്യമാണ്. CPM-നോ കോൺഗ്രസിനോ ഒരു പരിധിവരെ നരേന്ദ്രമോദിയോടൊപ്പമുള്ള ഒരു ക്രൗഡ് പുള്ളിംഗ് ശേഷിയുള്ള ലീഡർ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. രാഹുൽ ഗാന്ധിക്ക് ധ്യാനത്തിലിരിക്കാമായിരുന്നു. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ധ്യാനത്തിലിരുന്നില്ല? എന്തുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇരിക്കാത്തത്? സീതാറാം യെച്ചൂരിക്ക് മറ്റേതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഒരു ക്യാമറ കണ്ണുകൾ കേട്ടുവരുന്ന രീതിയിലുള്ള ഒരു സ്വകാര്യ സന്ദർശനമോ ഒരു രാഷ്ട്രീയ പ്രവർത്തനമോ ഒക്കെ നടത്താമായിരുന്നല്ലോ. ക്യാമറ കണ്ണുകൾ തേടി വരുമായിരുന്നല്ലോ. അപ്പോൾ ആള് കൂടെ ഉണ്ട് എന്ന് ഉറപ്പുള്ള നേതാക്കൾക്ക് പിന്നാലെ ക്യാമറകൾ പോകും. അത് സ്വാഭാവികമല്ലേ? അല്ല, ആള് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പിൻ്റെ മേൽ മാത്രമല്ല, ഇതെല്ലാം മാനേജ്മെൻറ്റാണ്, മീഡിയ മാനേജ്മെൻറ്റാണ്, ഇഫ് നോട്ട് മാനിപ്പുലേഷൻ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ എന്നുള്ളത് ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ. ഡോക്ടർ അരുൺകുമാർ എപ്പോഴെങ്കിലും അദ്ദേഹത്തോടൊപ്പം വിമാനത്തിൽ സഞ്ചരിച്ച ഒരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു? പക്ഷേ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ കാലയളവിൽ 70 മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയെന്നാണ് കണക്കുകൾ വരുന്നത്. ചെറുതും വലുതുമായ 70ഓളം മാധ്യമങ്ങൾക്ക് അദ്ദേഹം അത് മുഴുവൻ അത് എന്തുകൊണ്ട് വാർത്താ ലേഖകരെ അത്തരത്തിൽ വാർത്താ സമ്മേളനം നടത്താനായി ഭയപ്പെടുന്ന ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് തെറ്റിദ്ധരിക്കുകയും ശകാരം വർഷിച്ചിട്ടൊന്നും കാര്യമില്ല, എന്നോട് അരുൺ പിണങ്ങിയിട്ടും കാര്യമില്ല. ഞാൻ വിഷ്ണുവിനാണ് ഉദ്ദേശിച്ചത്. ഞാനിത് പറയുമ്പോൾ മറ്റു പലതും പറയും. വാർത്താ ലേഖകർ 100 കണക്കിന് ആളുകൾ ഇരിക്കുമ്പോഴാണ് പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അടക്കം വാർത്താ സമ്മേളനം നടത്തുന്നത്, അല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ മുമ്പൊക്കെ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത് അങ്ങനെ മാത്രമല്ല, അവരുടേതായിട്ടുള്ള പ്രത്യേക വിമാനത്തിൽ അങ്ങനെ ആകാശത്ത് വെച്ച് പോലും വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടല്ലോ. ഡോക്ടർ മൻമോഹൻ സിംഗ് ഉൾപ്പെടെ, VP സിംഗ് ഉൾപ്പെടെ, രാജീവ് ഗാന്ധി ഉൾപ്പെടെ, ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ, ഇല്ലേ? അവരെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. മീഡിയ മാനേജ്മെന്റിന്റെ ഭാഗമാണ് എന്നത് ഗുരുതരമായ ആരോപണമാണ്. അതിനെങ്ങനെയാണ് വിഷ്ണു മറുപടി പറയുക? രണ്ടാമത്തത്, ഈ 10 യമനിയമങ്ങളടക്കം പാലിക്കേണ്ട യോഗ, അതിന് എന്തർഹതയാണ് നരേന്ദ്രമോദിക്കുള്ളത് എന്ന് ജിൻഡോയുടെ ചോദ്യവും. രണ്ടിനും മറുപടി പറയണം വിഷ്ണു. ഞാൻ എത്താം ഇടവേളയ്ക്ക്. കന്യാകുമാരിയിൽ മോദിയുടേത് ആത്മവിശ്വാസ മുനമ്പിലെ ധ്യാനമോ എന്നാണ് പരിശോധിക്കുന്നത് BJP പ്രതിനിധി BG വിഷ്ണു. വിഷ്ണു, ഇപ്പോൾ സമ്പത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു മീഡിയ മാനേജ്മെന്റ് ആണ്. ഇത് ഒരു ദൃശ്യ വിരുന്നൊരുക്കുകയാണ്. പരസ്യപ്രചരണം കഴിഞ്ഞു. ഇനി ഒരു നേതാവിനും ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് വോട്ടഭ്യർത്ഥിക്കാനോ സമാനമായ രീതിയിലുള്ള ഒരു ദൃശ്യപരതയുള്ള ഒരു പ്രവൃത്തി നടത്താനോ കഴിയില്ല. അപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് അവസാന ഘട്ടത്തിൽ 10 വോട്ട് കിട്ടുന്നെങ്കിൽ ഈ ധ്യാനത്തിൻ്റെ കാഴ്ചയിലൂടെ കിട്ടട്ടെ എന്ന് കരുതിയുള്ള പരസ്യപ്രചരണമാണോ? അത് പരോക്ഷ പരസ്യപ്രചരണം എന്നാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. താങ്കൾക്കിതൊന്ന് വിശദീകരിക്കാമോ? എങ്ങനെയാണത് മീഡിയ മാനേജ്മെന്റ് അല്ലാതായി തീരുന്നത്? ദൂരദർശനിലടക്കം പ്രസാർ ഭാരതിയിലടക്കം കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങളായി അതിൻ്റെ തത്സമയ സംപ്രേഷണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. BG വിഷ്ണു, അല്ലെ, ഈ അരുൺകുമാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ ഏറ്റവും ക്രൗഡ് പുള്ളറായ നേതാവാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയെ
കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും നേതാക്കന്മാരൊക്കെ കാണുന്നത് അസൂയയോടെയാണ്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ പോലെ ഒരു ക്രൗഡ് പുള്ളറായി മാറാൻ, ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്ന, ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിഷയങ്ങളിൽ സംസാരിക്കുന്ന നരേന്ദ്രമോദിയുടെ 1% പോലും എത്താൻ ഈ രാജ്യത്തെ രാഹുൽ ഗാന്ധിക്കോ CPM-ൻ്റെ നേതാവ് സീതാറാം യെച്ചൂരിക്കോ കഴിഞ്ഞിട്ടില്ല. എന്തിന് CPM-ൻ്റെ നേതാവിന് സീതാറാം യെച്ചൂരിക്ക് തങ്ങൾ വളരെ കുറച്ച് ഒരു 100-ൽ താഴെ മാത്രം മത്സരിക്കുന്ന സീറ്റുകളുള്ള CPM-ൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്താൻ അദ്ദേഹത്തിന് സമയമുണ്ടായിട്ടും കഴിയുന്നില്ല എന്നതല്ല, CPM-ന് പോലും അവരുടെ ദേശീയ നേതാക്കന്മാരെന്ന് പറയുന്നവരെ ആവശ്യമില്ല. ഏക മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പോലും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ കന്യാകുമാരിയിലേക്കും AKG സെൻറ്ററിലേക്കൊന്നും പോയില്ല. അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ സുഖവാസത്തിനാണ് പോയത്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്നിട്ട് എൻ്റെ സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പിണറായി വിജയൻ ബംഗാളിൽ പ്രചരണത്തിന് പോകാത്തത്, അതുപോലും സ്വന്തം പാർട്ടിക്ക് വേണ്ടി നടത്താൻ കഴിയാത്ത പിണറായി വിജയനെ പോലുള്ളവരെ ഈ CPM-ന് പോലും ഈ കാലഘട്ടത്തിൽ ആവശ്യമില്ല എന്നാണ് അവരുടെ തന്നെ തീരുമാനമെന്നാണ് എനിക്ക് തോന്നുന്നത്. നരേന്ദ്രമോദി കഴിഞ്ഞ 10-60 ദിവസമായല്ല, കഴിഞ്ഞ ഏതാണ്ട് 2 വർഷമായി തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി ഈ രാജ്യം മുഴുവൻ ഓടി നടക്കുന്ന നേതാവാണ്. അദ്ദേഹം യാത്ര ചെയ്തതുപോലെ ഈ രാജ്യത്തെ ആരും യാത്ര ചെയ്തിട്ടില്ല. ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ പ്രധാനമന്ത്രി എന്ന നിലയിലും BJP-യുടെ നേതാവ് എന്ന നിലയിലും യാത്ര ചെയ്യുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഈ രാജ്യത്തെ തന്നെ ലോകത്തിലെ തന്നെ അപൂർവ നേതാക്കളിൽ ഒരാളാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന് ശാരീരികമായും മാനസികമായൊക്കെ കുറച്ച് ക്ഷീണമുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ സദ്വസിതമായ രീതിയിൽ അദ്ദേഹം ഒരു ധ്യാനത്തിലിരിക്കുന്നു. അതിനെന്താണ് പ്രശ്നമുള്ളത്? പ്രധാനമന്ത്രി ധ്യാനത്തിലിരിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിക്ക് പറയാമല്ലോ, ഞാൻ സ്വകാര്യമായൊരു സന്ദർശനത്തിലാണ് വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നത്. ശരി, കന്യാകുമാരി വരെ പ്രധാനമന്ത്രി വരുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തോളൂ, അതിനുശേഷമുള്ള തത്സമയ ദൃശ്യങ്ങളൊന്നും സംപ്രേഷണം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ ആ സ്വകാര്യ സന്ദർശനത്തിനൊരു അർത്ഥമുണ്ടാകുമായിരുന്നു. ഇതവിടെ ധ്യാനിക്കാൻ പോകുന്ന നിമിഷം മുതൽ ഈ സ്റ്റെപ്പുകൾ ഒഴിച്ചിട്ട് ക്യാമറ ആംഗിളുകൾ ഫിക്സ് ചെയ്ത് നേരത്തെ സജ്ജീകരിച്ചിരിക്കുന്ന തത്സമയ സംവിധാനങ്ങളിലൂടെ ഇത് വോട്ടർമാരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ, ഒരു ഹിന്ദു സന്നിധാനത്തിൽ പോയി ധ്യാനം ഇരിക്കുന്നു എന്ന് പറയുന്നൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ആയിട്ടാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അല്ല, കന്യാകുമാരിയെ സംബന്ധിച്ചോളം ഈ രാജ്യത്തിൻ്റെ ഹൃദയമാണ് കന്യാകുമാരി എന്ന് പറയുന്നത്. ഈ രാജ്യത്ത് കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറ പണിയുമ്പോൾ, വിവേകാനന്ദ പ്രതിമ പണിയുമ്പോൾ അവിടെ ഒരു തരത്തിൽ പോലും സഹായിക്കാതെയും നിരാകരിക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റുകൾ മാത്രമാണ് ഈ രാജ്യത്ത് അതിനെതിരായി പ്രധാനമന്ത്രിക്ക് പറയാമല്ലോ. അതെന്തുകൊണ്ട് പ്രധാനമന്ത്രി പറയുന്നില്ല? പകരം ക്യാമറ സെറ്റ് ചെയ്യുന്ന ആംഗിളുകളിലൂടെ നരേന്ദ്രമോദി ഒരിടത്തും ഒളിച്ചു പോയിട്ടില്ല. അദ്ദേഹത്തിന് രഹസ്യ സന്ദർശനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് മാധ്യമങ്ങൾ പകർത്തുന്നതിൽ യാതൊരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. അദ്ദേഹം ഒരിക്കലും പിണറായി വിജയനെ പോലെ ഒളിച്ചോടിയതല്ല. അദ്ദേഹം പോകുന്നിടത്തേക്ക് മാധ്യമങ്ങൾ വരുന്നതിന് അദ്ദേഹത്തിന് തെല്ലും ഭയമോ സങ്കോചമോ അദ്ദേഹത്തിനോ ഭാരതീയ ജനതാ പാർട്ടിക്കോ ഇല്ല. മാധ്യമങ്ങൾ പകർത്തിക്കോട്ടെ, ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചോട്ടെ. അദ്ദേഹത്തിന്റെ കൂടി സന്ദർശനത്തോടുകൂടി ലക്ഷദ്വീപിനെ അന്തർദേശീയ തലങ്ങളിലേക്ക് ഉയർത്തി അതേ മാനത്തോടെ വിവേകാനന്ദ പ്രതിമയും ആ ആത്മീയതയും ലോകത്തിലേക്ക് ഒന്നുകൂടി പകർത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ മാറ്റം വരട്ടെ. എന്താണ് ആത്മീയ കേന്ദ്രത്തിന്റെ ടൂറിസം പ്രൊമോഷനാണ് സന്ദർശനത്തിലൂടെ മറ്റൊരു ലക്ഷ്യം. അല്ല, ആത്മീയമായ കേന്ദ്രങ്ങളെല്ലാം രാജ്യത്ത് വലിയ രീതിയിൽ പ്രചരണം നേടിക്കൊള്ളട്ടെ. അതിൽ എന്താണ് പ്രശ്നമുള്ളത്? ലോകമെമ്പാടുമുള്ളവർക്ക് വരട്ടെ. നേരത്തെ ജിൻഡോ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ ബി ജി വിഷ്ണു, അതായത് ധ്യാനം കൂടാൻ പോകുന്ന ആളുകൾ പാലിക്കേണ്ട നിയന്ത്രണങ്ങളെ കുറിച്ച് യോഗയിൽ പറയുന്നുണ്ടല്ലോ. ആ നിയന്ത്രണങ്ങളെ നമ്മൾ യമങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അതാണ് ജിൻഡോ നേരത്തെ സൂചിപ്പിച്ചത്. 10 യമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അഹിംസയാണ്. മറ്റുള്ളവരെ വാക്കുകൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക. മുസ്ലിം ന്യൂനപക്ഷ സമുദായങ്ങളെ പെറ്റുകൂട്ടുന്നവരെന്നും നുഴഞ്ഞുകയറ്റക്കാരെന്നും വിശേഷിപ്പിച്ച് അവരുടെ മനസ്സ് വേദനിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യമപ്രകാരം എന്ത് അഹിംസയുടെ നിയന്ത്രണത്തിന്മേലാണ് ധ്യാനം ഇരിക്കാൻ പോകുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2, സത്യം പറയുക, കള്ളം പറയാതിരിക്കുക എന്നതാണ്. 1982 റിച്ചാർഡ് ആറ്റൻബറോയുടെ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഗാന്ധി ലോകം അറിഞ്ഞത് എന്ന് പച്ചക്കള്ളം പറഞ്ഞ നരേന്ദ്രമോദിക്ക് അതെങ്ങനെയാണ് സാധ്യമാവുക? മൻമോഹൻ സിംഗ് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഭൂരിപക്ഷത്തിൻ്റെ സമ്പത്ത് മുസ്ലിം വിഭാഗത്തിൻ്റെ പ്രയോറിറ്റിയായി കൊടുക്കുമെന്ന് കള്ളം പറഞ്ഞ പ്രധാനമന്ത്രിക്ക് എങ്ങനെയാണ് ഈ യോഗയുടെ നിയന്ത്രണ നിയമപ്രകാരം ധ്യാനമിരിക്കാനാവുക എന്ന പ്രസക്തമായ ചോദ്യം കൂടിയുണ്ടേ. അല്ല, ഈ ലോകത്തേക്ക്
ഏറ്റവും നൽകിയ സംഭാവനകൾ നൽകിയ രാജ്യമാണ് ആത്മീയതയിൽ ഭാരതം എന്ന് പറയുന്നത്. ഞാനൊരു മതനേതാവ് അല്ലാത്തത് കൊണ്ട് മതപരമായ നിയമങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ അറിവുകളില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. നരേന്ദ്രമോദി ഈ രാജ്യത്തേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ വിഷയവും കാലികമായി പ്രസക്തിയുള്ളത് തന്നെയാണ്. നരേന്ദ്രമോദി ഈ രാജ്യത്തോട് പറഞ്ഞിട്ടുള്ളതും ജനങ്ങളെ അഭിസംബോധന ചെയ്ത കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ശരിയായ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് അതിനോട് നിങ്ങൾ നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണെന്ന് ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ രാജ്യത്തെ പറയട്ടെ ഞങ്ങൾ ഈ രാജ്യത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയും സത്യമാണെന്നും കാലം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് തെല്ലും ഭയമോ പാർട്ടിക്കും കോൺഗ്രസ്സുകാർക്കും സമ്പത്ത് നേരത്തെ ചോദിച്ച ചോദ്യമാണ്. പ്രധാനമന്ത്രി ഈ ABC-ക്ക് കൊടുത്ത അഭിമുഖത്തിൽ നമ്മളുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് 1982 റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധി സിനിമ എടുത്തതിലൂടെയാണ് എന്നുള്ളത് ശരിയാണോ BG വിഷ്ണു? അല്ല, അദ്ദേഹത്തിന് കൂടുതൽ ലോകത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഒരു മാധ്യമം ആ സിനിമയായി എന്ന അർത്ഥത്തിൽ തന്നെയാണ് നരേന്ദ്രമോദി ഇക്കാര്യം വളരെ മാൻ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തതല്ലേ? അല്ല, അദ്ദേഹത്തിന് കിട്ടുന്ന ഓരോ അംഗീകാരവും അദ്ദേഹത്തിന്റെ ലോകമെമ്പാടുമുള്ള പ്രചരണത്തിന് ആക്കം കൂട്ടുകയാണ്. ഇന്നും ഗാന്ധിയൻ തത്വസംഹിതകളും പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഗാന്ധി സിനിമ വരുന്നത് വരെ ലോകത്തിലെ ഗാന്ധി അജ്ഞാതനായിരുന്നു എന്ന രീതിയിൽ പ്രധാനമന്ത്രി പറഞ്ഞത് എന്തുകൊണ്ടാണ്? കൂടി വരികയാണ്. എന്താണ് കേട്ടില്ല അരുൺകുമാർ? 1982 ശേഷമാണ് ഗാന്ധിയെ ലോകം അറിഞ്ഞത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് എന്തർത്ഥത്തിലാണ് BG വിഷ്ണു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഓരോ അദ്ദേഹത്തിന് ലഭിക്കുന്ന അംഗീകാരവും പ്രചരണവും മഹാത്മജിയുടെ മഹത്വം ലോകത്തിന് മുന്നിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ലോക നേതാക്കന്മാർ വരുമ്പോൾ പോലും സബർമതിയിലേക്ക് വീണ്ടും വീണ്ടും അവരെ ആനയിച്ചു കൊണ്ടുപോകുന്നത് കോൺഗ്രസിനെതിരെയുള്ള ആരോപണമായി പ്രധാനമന്ത്രി ABC ന്യൂസിൽ പറഞ്ഞത് 1982 വരെ ഗാന്ധിജിയെ കോൺഗ്രസ് പ്രൊമോട്ട് ചെയ്തില്ല എന്നാണ്. അത് ശരിയാണോ BG വിഷ്ണു? സംശയം എന്താണ്? കോൺഗ്രസിന് എപ്പോഴും ഗാന്ധി എന്ന പേരിനപ്പുറത്തേക്കും കോൺഗ്രസ് കുടുംബത്തിൽ അംഗമെന്ന രീതിയിൽ പോലും ആ പേര് കൂടെ ചേർത്തുകൊണ്ട് അവർക്ക് രാഷ്ട്രീയമായ അവരുടെ വ്യക്തി താല്പര്യങ്ങളും സ്വകാര്യ ഗാന്ധിജി അറിയുമായിരുന്നില്ലേ? അല്ല, അദ്ദേഹത്തിന് അതിൽ 1982 ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആശയഗതികൾക്ക് കൂടുതൽ പ്രചാരണം നൽകാനാണ് നരേന്ദ്രമോദി. 1982 ശേഷമാണോ ഗാന്ധിയുടെ ആശയഗതികൾ ലോകത്ത് നിങ്ങൾക്ക് മനസ്സിലായി? ഗാന്ധിയുടെ ആശയഗതികൾ ലോകത്ത് പ്രചരിച്ചത് 1982 ശേഷമാണോ? അല്ലേ, 82കൾക്ക് ശേഷവും ഇത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും ഗാന്ധിയൻ ആശയങ്ങൾക്ക് ലോകത്തിന് വലിയ മുതൽക്കൂട്ടും കൂടുതൽ പ്രചരണോപാധികളുമായി മാറി. ഗാന്ധിയുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റാമ്പുകൾ ഇറക്കിയിരുന്നു. 1931 ടൈം മാഗസിന്റെ ഫ്രണ്ട് കവറിൽ നമ്മളുടെ രാഷ്ട്രപിതാവിന്റെ ചിത്രം വന്നിരുന്നു. നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂതർ കിങ്ങും അടക്കമുള്ളവർക്ക് പ്രചോദനമായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ഗാന്ധിയെക്കുറിച്ചാണ് വരും കാല തലമുറ വിശ്വസിച്ചിരിക്കാനിടയില്ല, മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞത്. ഇതെല്ലാം 1982കൾക്ക് ശേഷമായിരുന്നു. അല്ല, 82കൾക്ക് ശേഷമായിരുന്നില്ല. 82കൾക്ക് ശേഷം അതിന് കൂടുതൽ പ്രചാരണം പ്രധാനമന്ത്രി പറഞ്ഞത്. നിങ്ങളതിന് ഞാൻ വീണ്ടും പറയുന്നു, അല്ല, അങ്ങനെയൊന്നും തെറ്റിയിട്ടൊന്നുമില്ല. പ്രധാനമന്ത്രി കൃത്യമായ കാര്യങ്ങൾ തന്നെയാണ് ലോകത്തോട് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഇവിടെ രാഹുൽ ഗാന്ധിക്കോ മല്ലികാർജുൻ ഖർഗെക്കോ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കൾക്ക് ഇതേപോലെ ക്രൗഡ് പുള്ളിംഗ് നടത്താൻ ശേഷിയില്ലാത്തതുകൊണ്ട് അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ് എവിടെ പോകുന്നു എന്നുള്ളത് ഒരു മാധ്യമവും തിരയാറില്ല. പക്ഷേ നരേന്ദ്രമോദി ക്യാമറയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണിപ്പോൾ. ക്യാമറ കണ്ണുകൾ തിരയും. അത്രയും വലിയ ക്രൗഡ് പുള്ളറാണ്. നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് നോക്കിയിരിക്കുന്നു, ഏത് ദിശയിൽ നടക്കുന്നു എന്നതൊക്കെ അറിയാൻ രാജ്യത്തിന് താല്പര്യമുണ്ടെന്ന്. രാജ്യത്തിലെ ആളുകൾ കാത്തിരിക്കുന്നത് കൊണ്ടാണ് ക്യാമറ കണ്ണുകൾ സ്വാഭാവികമായും തേടിപ്പോകുന്നത്. അല്ലാതെ നരേന്ദ്രമോദി ഒരു ക്യാമറയും തൻ്റെ ഒപ്പം കൊണ്ടുപോയിട്ടില്ല എന്നാണ് BG വിഷ്ണു ആവർത്തിച്ചു പറയുന്നത്.
അരുൺകുമാർ, അതിൽ രണ്ട് പ്രശ്നമുണ്ട്. ഒന്നാമത്തത്, നരേന്ദ്രമോദി ക്യാമറ കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏകാംഗ ധ്യാനത്തിന് പുള്ളി ഒറ്റപ്പെട്ട ഗുഹയിലിരുന്നപ്പോൾ വിവിധ ആംഗിളുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഫോട്ടോയൊക്കെ പുറത്തു വന്നത് പിന്നെ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടെടുത്ത് ഫോട്ടോയൊന്നുമല്ലല്ലോ. ചാനലുകാർക്കാർക്കും പ്രവേശനമില്ലാത്തൊരു സ്ഥലത്ത് നരേന്ദ്രമോദി കൃത്യമായിട്ട് ക്യാമറ അതിനെ കൊണ്ടുപോയിട്ട് അവർ പ്രചരിപ്പിച്ച ഫോട്ടോയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും ആർക്കും വേണ്ട. പിന്നെ ഈ BJP-ക്കാർ പറയുന്ന കാര്യത്തിൽ യുക്തിയില്ല എന്നോർത്ത് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും ബുദ്ധിയില്ല എന്ന് ഇവർ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, രാഹുൽ ഗാന്ധിയും അതുപോലെ ഖാർഗെയും ഒക്കെ ക്രൗഡ് പുല്ലർമാരല്ല എന്ന് ഇവർ പറയുന്നു. ആയിക്കോട്ടെ, ഞങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുള്ള നിത്യനിദാനമായിട്ടുള്ള പ്രശ്നങ്ങളുടെ രാഷ്ട്രീയമാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ രാഷ്ട്രീയം ഇഴകീറി പരിശോധിച്ച് ഞങ്ങൾ സംവദിക്കാൻ തയ്യാറാണെന്ന് നരേന്ദ്രമോദിയെ അടക്കം വെല്ലുവിളിച്ചിട്ട് പോലും അദ്ദേഹം സംവദിക്കാൻ തയ്യാറാകാതെ ഒളിച്ചോടുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം കേൾക്കാൻ ആളുകളുടെ എണ്ണം കുറവും നരേന്ദ്രമോദി പറയുന്ന വെറുപ്പും വിദ്വേഷവും വിഷവും കേൾക്കാൻ ആളുകളും കൂടുന്നുണ്ടെങ്കിൽ അതിനെ ക്രൗഡ് പുള്ളിംഗ് എന്നല്ല പറയുക, നമ്മുടെ സമൂഹത്തിന് ബാധിച്ചിട്ടുള്ള ഒരു കുറവായിട്ട് തന്നെ അതിനെ കാണേണ്ടത്. രണ്ടാമത്തത്, അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ വിഷയങ്ങളിൽ പ്രസംഗിച്ചിട്ടുള്ള ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്ന് VG വിഷ്ണു അദ്ദേഹം ഈ രണ്ടാമത്തെ ടൈമിൽ സംസാരിച്ചപ്പോൾ പറയുന്നത് കേട്ടു. അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് സംസാരിച്ചിട്ടുള്ളത് ഒറ്റ ആംഗിളിൽ നിന്ന് മാത്രം. വർഗീയത, വിദ്വേഷം, വെറുപ്പ്, വിഷം, ഇത്തരം കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ഈ രാജ്യത്തെ ിക്കുന്ന ഏത് വിഷയത്തിലാണ് വസ്തുതാപരമായിട്ട് സംസാരിച്ചിട്ടുള്ളത്, ഏത് വിഷയത്തെക്കുറിച്ചാണ് സത്യസന്ധമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്, ഒന്നിനെക്കുറിച്ചും പറഞ്ഞിട്ടില്ല അദ്ദേഹം. പിന്നെ രണ്ടാമത് പറയുന്നത്, കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിലായിരുന്നു. അതിന്റെ ക്ഷീണം തീർക്കാനാണ് ധ്യാനത്തിന് പോകുന്നതെന്ന് VG വിഷ്ണു പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങളും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. അത് BJP-യുടെ ഒരു പ്രതിനിധി വന്ന് ഈ ചർച്ചയിൽ സമ്മതിച്ചു തരികയല്ലേ. ഇവർ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവും അല്ല നടത്തിയതെന്നുള്ള കോൺഗ്രസ് ഇക്കാലയും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ വിമർശനത്തെ BJP-യുടെ പ്രതിനിധി സമ്മതിച്ചു തരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, താങ്കൾ ചോദിച്ചു, ഞാൻ ചോദിച്ചു, അതിന് VG വിഷ്ണു മറുപടി പറഞ്ഞില്ല. യമ നിയമം എന്ന് പറഞ്ഞാൽ അഷ്ടാംഗ യോഗയിലെ ആദ്യത്തെ 2 പ്രധാനപ്പെട്ട കോഡ് ഓഫ് കോണ്ടക്ട്സിലാണ്, യൂണിവേഴ്സൽ കോഡ് ഓഫ് കോണ്ടക്റ്റും പേഴ്സണൽ കോഡ് ഓഫ് കോണ്ടക്റ്റും. അതിൽ പറയുന്ന ഒന്നാമത്തെ അഹിംസയെ കുറിച്ചിട്ട് ഒരിക്കൽ പോലും അത് പറയാൻ യോഗ്യതയില്ലാത്ത നേതാവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ മൗന അനുവാദത്തിലും സമ്മതത്തിലും അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, കലാപങ്ങളിലൊക്കെ അദ്ദേഹം മൗനം പാലിച്ചത് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ. അപ്പൊ അദ്ദേഹത്തിന് അഹിംസയെ കുറിച്ച് പറയാൻ അർഹതയില്ല. അദ്ദേഹം ഒരു യോഗ സത്യം പറഞ്ഞതായിട്ട് കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞത് പോലും അസത്യമല്ലേ? അപ്പോൾ മൂന്നാമത്തത് ആസ്തേയ, മോഷ്ടിക്കരുതെന്ന്. ഈ രാജ്യത്തെ പൗരന്മാരുടെ പൊതു ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പ്രതിവർഷം കട്ടെടുക്കുന്ന അദാനിയെയും അംബാനിയെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നരേന്ദ്രമോദിക്ക് ആസ്തേയത്തെ കുറിച്ച് പറയാൻ അർഹതയില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്തെ ജനങ്ങളെ പെട്രോളിയം നികുതി കൊള്ളയുടെ പേരിൽ കൊള്ളയടിക്കുന്ന പണം കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെയും MLA-മാരെയും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെയും വിലയ്ക്ക് വാങ്ങുന്ന നരേന്ദ്രമോദിക്ക് ആസ്തേയത്തെ കുറിച്ച് പറയാൻ അർഹതയില്ല. പിന്നെ ബ്രഹ്മചര്യത്തെ കുറിച്ച് പറയാൻ, അദ്ദേഹത്തിന്റെ ബ്രഹ്മചര്യത്തെ കുറിച്ച് പറയാൻ എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അടുത്ത അപരിഗ്രഹ എന്ന് പറഞ്ഞാൽ ആർത്തിയും ദുരാഗ്രഹവും ഒന്നും പാടില്ലെന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ പ്രാവശ്യം ചെങ്കോട്ടയിൽ പതാക ഉയർത്തി പറഞ്ഞ് ഞാൻ അടുത്ത വർഷവും പതാക ഉയർത്തുമെന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി 9-ാം തീയതി സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ് BJP നേതാക്കന്മാർ ബുക്ക് ചെയ്തു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു. ആർത്തിയും ദുരാഗ്രഹവും അധികാര ആർത്തിയും നയിക്കുന്ന ഒരു നേതാവിനെ എങ്ങനെയാണ് അപരിഗ്രഹയെ കുറിച്ച് സംസാരിക്കാൻ പറ്റുക? അദ്ദേഹം ഒരു യോഗി അല്ല എന്ന് തന്നെ പറയും. അദ്ദേഹം ഒരു രോഗിയാണെന്നേ നമ്മൾ പറയുള്ളൂ. അധികാരാർത്തി പൂണ്ട ഒരു വലിയ രോഗി. അടുത്തത് അദ്ദേഹം പറയുന്നത് സ്വാധ്യായ. പിന്നെ നമ്മൾ പറയേണ്ടത് നിയമങ്ങളിൽ പറയുന്നതിൽ സ്വാധ്യായം എന്നുണ്ട്. സ്വന്തം പഠിക്കണം, സെൽഫ് സ്റ്റഡി. അദ്ദേഹത്തിന്റെ പഠനത്തെക്കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. കാരണം എൻ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ ഡിഗ്രി കിട്ടിയ ഒരു നേതാവിന് ചിലപ്പോൾ അത് പറയാം. പക്ഷേ സ്വാധ്യായ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ ചരിത്രം പോലും കൃത്യമായിട്ട് പഠിക്കാത്ത അറിയാത്ത ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സ്വാധ്യായ എന്ന് പറഞ്ഞ അഷ്ടാംഗ യോഗയിലെ നിയമത്തിലെ 3-ാമത്തെ ഭാഗത്തെക്കുറിച്ച് പറയാൻ അർഹതയില്ല. അടുത്തത് ഈശ്വര പ്രണിധാന എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളെയും ഈശ്വരന് തുല്യമായിട്ട്, എന്നോട് തുല്യമായിട്ട് കാണാനുള്ള ആ വലിയ മാനസിക വളർച്ചയാണ്, ആത്മീയ വളർച്ചയാണ്. അത് വിവേകാനന്ദ പാറയിൽ പോയി 45 മണിക്കൂർ ധ്യാനം ഇരുന്നാൽ കിട്ടുന്നതല്ല. നരേന്ദ്രമോദിയുടെ ധ്യാനവും യോഗാസനവും കഴിയുമ്പോൾ വിവേകാനന്ദൻ ഇനി ജനിച്ചു വന്നാൽ ഈ രാജ്യത്ത് വിവേകാനന്ദ പാറയിലേക്ക് നോക്കിക്കൊണ്ട് അതാണ് ഭ്രാന്താലയം എന്ന് വിളിച്ചു പറയേണ്ട ഗതികേടിലേക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ ഇത്രത്തോളം മലീമസമാക്കിയ ഒരു നേതാവ് പിന്നീട് എങ്ങും ഉണ്ടായിട്ടില്ല. ഇതിന് ഇനി ഉണ്ടാകാനും പോകുന്നില്ല, മുമ്പ് ഉണ്ടായിട്ടുമില്ല എന്ന് ഞാൻ തീർത്ത് പറയും.
പക്ഷേ അപ്പോഴും ജിൻഡോ നോക്കൂ, കേദാർനാഥിൽ നരേന്ദ്രമോദി പോയി ഇപ്പോൾ കള്ളന്മാരെയും കൊള്ളക്കാരെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഓടുന്നത് രാഹുൽ ഗാന്ധിയാണ്, നരേന്ദ്രമോദിയല്ല. ഈ രാജ്യത്തെ മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരും ഭീകരവാദികളെയൊക്കെ കൂട്ടുപിടിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്, അല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയല്ല. നിങ്ങൾക്കൊരിക്കലും ഈ രാജ്യത്തെ ജനത കഴിഞ്ഞ 10 വർഷം കാലമായി അധികാരത്തിന് പുറത്തേക്ക് നിങ്ങളെ ചവിട്ടി താഴ്ത്തി ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും ഈ രാജ്യം നിങ്ങൾക്ക് സമ്മാനിക്കാത്തത് കൊണ്ടാണ്, നൽകാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ കാണുമ്പോൾ വിദ്വേഷം ഉണ്ടാകുന്നത്. അത് നിങ്ങളുടെ കുറ്റമല്ല, അത് കോൺഗ്രസിന്റെ കുറ്റമാണ്. ഈ രാജ്യത്തെ ജനം അഴുക്കുചാലിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തേക്ക് വരുമ്പോൾ 52 അംഗങ്ങൾ പോലും ഇത്തവണ ഉണ്ടായിരുന്നത് പോലും നിങ്ങൾക്ക് ലോക്സഭയിൽ ഉണ്ടാവാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധി തലമുണ്ടനം ചെയ്ത് നാടുവിടേണ്ടി വരുമെന്ന് നിങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊള്ളൂ. അതിനുള്ള ഒരു തുടക്കമായിരിക്കും 2024 ജൂൺ 4-ാം തീയതി പുറത്തു വരാൻ പോകുന്ന റിസൾട്ട് എന്ന് നിങ്ങളെല്ലാം ഓർക്കണം. ഓർക്കില്ലെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരെ ഇടവേളയ്ക്ക് ശേഷം ശ്രീ സമ്പത്തിലേക്ക് വരാം. ജിൻഡോ, ചുരുങ്ങിയ വാക്കിൽ മറുപടി. ഒറ്റ കാര്യം പറയാനുള്ളൂ. രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കോ പ്രതിപക്ഷ ചേരിയിലുള്ള നേതാക്കന്മാർക്ക് മോദിയെ കാണുമ്പോഴല്ല വിദ്വേഷം വരുന്നത്. പ്രതിപക്ഷ നേതൃത്വത്തെ കാണുമ്പോൾ, പ്രതിപക്ഷ ചേരിയിലുള്ള ജനങ്ങളെ കാണുമ്പോൾ, ജനാധിപത്യ വിശ്വാസികളെ കാണുമ്പോൾ നരേന്ദ്രമോദിക്കാണ് വിദ്വേഷം വരുന്നത്. അതുകൊണ്ടാണ് ഈ മുന്നണിക്ക് ഇന്ത്യ എന്ന് പേരിടുമ്പോൾ രാജ്യത്തിന്റെ പേര് മാറ്റാൻ നരേന്ദ്രമോദിയും BJPയും ശ്രമിച്ചത്. രണ്ടാമത്തത്, ഏറ്റവും വലിയ അതുപോലെയുള്ള കേന്ദ്ര അന്വേഷണ നരേന്ദ്രമോദിയുടെയും BJPയുടെയും ഈ രാജ്യത്തിന്റെ വിശ്വാസങ്ങൾക്ക് നിങ്ങൾ ചവിട്ടാൻ നോക്കുന്നത്. അതിനുള്ള അതിശക്തമായ തിരിച്ചടി നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയവുമില്ല. നിങ്ങളുടെ നേതാവ് അരിപ്പ അജ്മീറിൽ പോയിരിക്കപ്പോഴൊന്നും നിങ്ങൾക്കുണ്ടാകുന്ന ഹാലിളക്കമാണ് നരേന്ദ്രമോദി കന്യാകുമാരിയിൽ പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത്. അതൊക്കെ ഈ രാജ്യത്തെ ജനം കൃത്യമായി കാണുന്നുണ്ട്. അതിനുള്ള കനത്ത മറുപടിയും തിരിച്ചടിയും കോൺഗ്രസിന് ഈ രാജ്യത്ത് ഉണ്ടാകും. അത് കാത്തിരുന്നത് നിങ്ങൾ കണ്ടോ. ഇന്ത്യയിലെ സാധാരണക്കാരന്റെ പട്ടിണി പാവങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടല്ല, നൂറുകണക്കിന് ഉദ്യോഗസ്ഥരെ കാവൽ നിർത്തിക്കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം. രാഹുൽ ഗാന്ധി അജ്മീറിൽ പോയി അരിപ്പത്തൊപ്പി വെക്കുന്നത് ആരുടെ പട്ടിണി മാറ്റാനാണ്? ഞാൻ ശ്രേഷ്ഠ ബ്രാഹ്മണനാണെന്നും ഒരു സമയത്ത് ഒരു പള്ളിയിലും മറുസമയത്ത് മറ്റൊരു പള്ളിയിലും പോയി സ്വന്തം മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാതെ, വന്യജീവികൾ പോലും എത്തുന്നതിന് അത്രയും പ്രാവശ്യം സ്വന്തം മണ്ഡലത്തിലെത്താതെ ഒരു ചുക്കിന്റെയും ചുണ്ണാമ്പിന്റെ ഗുണമില്ലാത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ വിടുവായം പ്രസംഗങ്ങൾക്കപ്പുറം ഈ രാജ്യത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദിക്കൊപ്പമാണ്, നരേന്ദ്രമോദിയുടെ ഹൃദയത്തോടൊപ്പമാണ്. സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം ഉഴങ്ങിവെച്ച മഹാപ്രചാരകനാണ് നരേന്ദ്രമോദി. ജീവിതത്തിൽ ഒരിടത്ത് പോലും ഒന്ന് ഉയർന്നു നോക്കാൻ പോലും ജൂൺ 4-ാം തീയതി രാഹുൽ ഗാന്ധിക്കും മമതാ ബാനർജിക്കും മല്ലികാർജുന ഖാർഗെക്കും വീട്ടിലിരിക്കുന്ന റോബർട്ട് ഗാന്ധിക്കും വരെ പ്രധാനമന്ത്രി പദം ആഗ്രഹിച്ചുകൊണ്ട് സ്വപ്നം കാണുന്നതിൽ യാതൊരു തടസ്സവുമില്ല. നിങ്ങൾ സ്വപ്നം വാനോളം കണ്ടുകൊള്ളൂ. ഞങ്ങൾ വീണ്ടും പറയുന്നു, ജൂൺ 4 വരെ നിങ്ങൾ യാതൊരു തടസ്സവുമില്ല. കേദാർനാഥല്ല, മറ്റേ വിവേകാനന്ദ പറയുന്നത് ഈ രാജ്യത്തിന്റെ മുഴുവൻ ആശ്രമ ദേവാലയങ്ങളിലോ അമ്പലങ്ങളിലോ പാറകളിലോ പോയി ധ്യാനമിരിക്കാനുള്ള സൗകര്യം ഈ രാജ്യത്തെ ജനാധിപത്യ ചേരിയിലുള്ള ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ കൊടുക്കും. ഈ രാജ്യത്തിന്റെ എല്ലാ അമ്പലങ്ങളിലും പോകും, ധ്യാനവും ഇരിക്കും, കുറിയും പൂശും. അതിന് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല. അയോധ്യമടക്കം ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ധ്യാനമാണോ അത് ആത്മവിശ്വാസത്തിന്റെ മുൻപിലാണോ എന്നാണ്. കന്യാകുമാരിയിൽ മോദിയുടേത് ആത്മവിശ്വാസ മുൻപിലെ ധ്യാനമോ എന്നാണ് പരിശോധിക്കുന്നത്. ശ്രീ എ സമ്പത്ത്, 2014 മോദി ജനങ്ങളോട് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ വേലക്കാരനാണ് എന്നാണ്. 2019 അതേ നരേന്ദ്രമോദി പറഞ്ഞത് ഞാൻ നിങ്ങളുടെ കാവൽക്കാരനാണ് എന്നാണ്. 2024 ധ്യാനത്തിനായി പോകുന്ന മോദി പറയുന്നത് ഞാൻ ജൈവികമായി പ്രസവിച്ചു വന്ന ഒരാളല്ല എന്നാണ്. അങ്ങനെ ഒരാൾക്ക് ധ്യാനം കൂടുന്നതിൽ എന്താ പ്രശ്നം? എന്തിനാണ് നമ്മൾ അതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റുന്നതെന്നാണ് BJ വിഷ്ണു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ആവർത്തിക്കുന്നത്. നമ്മുടെ എല്ലാം സുഹൃത്തു കൂടിയായ വിഷ്ണുവിന് ഇങ്ങനെ മാത്രമേ പറയാൻ കഴിയൂ. കാരണം എന്തുകൊണ്ട് എന്നുള്ളതിന് ഒരു മറുപടി ഞാൻ പറയേണ്ടതില്ല. കാരണം ഈ ശാഖകളിൽ പഠിച്ചു വന്നിട്ടുള്ള RSSൻ്റെ ശാഖകളിൽ പഠിച്ചു വന്നിട്ടുള്ളവർ ഗാന്ധിജിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതിനപ്പുറമായി ഗോഡ്സെയെക്കുറിച്ചുള്ള കാര്യങ്ങളും വീരേതിഹാസങ്ങളും പഠിച്ചിട്ടുള്ളത് കൊണ്ട് അവരുടേതായ വീക്ഷണകോണ് മറ്റൊന്നായിരിക്കും എന്ന് ശ്രീ മോദി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീക്ഷണകോണും വ്യത്യസ്തമാകാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് നമുക്ക് അനുമാനിക്കാമല്ലോ.
അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ആശാൻ പഠിപ്പിച്ചത് തന്നെയാണ് ശിഷ്യന്മാർക്ക് വിളമ്പാനായി കഴിയുക. അത് വിഷ്ണുവിൻ്റേതായിട്ടുള്ള മുതിർന്ന BJP നേതാക്കൾക്കും അതേ കഴിയുള്ളൂ. ഞാൻ അധിക സമയമെടുക്കില്ല. അരുണിനോടൊരു കാര്യം, ശ്രീ നരേന്ദ്രമോദി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് RSSൻ്റെ ശാഖകളിൽ അദ്ദേഹം അവിടെ ഒരു പഠിതാവോ അല്ലെങ്കിൽ അവിടെ ഒരു ശിക്ഷകനോ ഒക്കെയായി പോകുന്നതിന് മുമ്പ് 1958 ഫെബ്രുവരി മാസം ഇന്ത്യ സന്ദർശിച്ച ഹോച്ചിമിൻ പറഞ്ഞൊരു വാചകമുണ്ട്. ഞാനും മറ്റു പലരും വിപ്ലവകാരികളായിരിക്കാം, എന്നാൽ ഞങ്ങളെല്ലാവരും മഹാത്മാഗാന്ധിയുടെ ശിഷ്യന്മാരാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, പ്രത്യക്ഷത്തിലല്ലെങ്കിൽ പരോക്ഷമായിട്ടെങ്കിലും. അതിനു മുകളിലല്ല ഞങ്ങളാരും, അതിന് കീഴിലല്ല ഞങ്ങളാരും. ഇതിനേക്കാൾ മഹത്തരമായൊരു വാചകം മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഫ്രഞ്ച് സാമ്രാജ്യത്വത്തിനെതിരായ, അതിൻ്റെ ക്രൂരതകൾക്കെതിരായ ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ ഒരു വിപ്ലവകാരിയുടെ വാക്കുകൾ നമുക്ക് വേറെ ഉദ്ധരിക്കാനായി കഴിയില്ല. ഗാന്ധിജിയെ അപമാനിക്കുക എന്നതും ഇകഴ്ത്തുക എന്നതും ഇതിൻ്റെ ചുരുക്കം എന്നുള്ളത് നിങ്ങൾക്കൊരു ഗുജറാത്തിയെ ആരാധിക്കണമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് പകരമായി പ്രതിഷ്ഠിക്കാനായി നേരത്തെ സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് ഉപയോഗിച്ചതെങ്കിൽ ഇപ്പോൾ ഞാൻ തന്നെ രംഗപ്രവേശം ചെയ്യുകയാണ്. ഞാനൊരു ഗുജറാത്തിയാണ്, അപ്പോൾ നിങ്ങൾ എന്നെ ആരാധിച്ചോളൂ, എന്നെ ബഹുമാനിച്ചോളൂ എന്നുള്ള നിലയിലേക്ക് വരികയാണ്. ഇവിടെ ഇതെല്ലാം തൻ പ്രമാണിത്വം കാണിക്കുന്നതിലേക്കും അതിൻ്റെതായ നാട്യങ്ങളിലേക്കുമെല്ലാം വരികയാണ്. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരുടെ ഇന്നുവരെയുള്ള ചരിത്രത്തിൽ തൻ്റെ മറുചേരിയിൽ നിൽക്കുന്നവരെ അപമാനിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുടെ പേരെന്ന് പറഞ്ഞ വിഷ്ണു, അരുൺകുമാർ പറയണ്ട, വിഷ്ണു എന്ന് പറയട്ടെ. എൻ്റെ സമയം കൂടി കൊടുത്തു ആ കാര്യത്തിന്. പാർലമെന്റിനുള്ളിൽ വെച്ച് പ്രതിപക്ഷ ചേരിയിലുള്ള പാർലമെന്റ് അംഗങ്ങളെ അവിടെ നിർത്തിപ്പൊരിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം. ഭത്സിക്കുക, വ്യക്തിപരമായി അപമാനിക്കുക, ആ പ്രസംഗങ്ങൾ ഇറ്റ്സ് ഓൺ റെക്കോർഡ് അവിടെ. അതിലൊരാളെന്ന് പഞ്ചാബിലെ മുഖ്യമന്ത്രിയാണ്, പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് മാൻ പാർലമെന്റിൽ, ലോക്സഭയിൽ. തീരുന്നില്ല. നുണ പറയുക എന്നത് തൻ്റെ ജന്മാവകാശം എന്നുള്ളത് പോലെ തൻ്റെ കൂട്ടരുടെയും ജന്മാവകാശമായി മൗലികാവകാശം പോലെ കൊണ്ടു നടക്കുക. ഇന്ത്യയിലെ ചില മതവിഭാഗങ്ങളെ വർഗശത്രുക്കളെക്കാൾ ക്രൂരമായി അത്തരത്തിൽ രാഷ്ട്രശത്രുക്കളായി പ്രഖ്യാപിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ തീരുന്നില്ല. നമ്മൾ അന്നമുട്ടുന്നവരെ എന്താണ് വിളിച്ചത്? പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ. പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ആരോടൊന്ന് നോക്കിക്കോളൂ വേണമെങ്കിൽ. അവർ പരാന്നജീവികളാണ്. ആര്? ഈ കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, നമുക്ക് ഈ അന്നം നൽകുന്നവർ. അവരെ വിളിച്ചത് പാരസൈറ്റ്സ് എന്നാണ് വിളിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. വിഷ്ണുവിൻ്റെ നേതാക്കൾക്ക് പറയാം, BJP നേതാക്കൾക്ക് പറയാം, അത് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഭാഗമായി പലതും. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് അടക്കം വാസ്തവത്തിൽ ഇത് തൻ്റെ ഒരു ഷോയായി മാറ്റുന്നതിന് വേണ്ടി ജയിക്കുന്നതും പരാജയപ്പെടുന്നതുമെല്ലാം പാർലമെന്ററി സ്വാഭാവികമാണ്. സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇടപെടുന്നു. സമ്പത്ത് പറയുന്നത് പോലെ ഒരു ടോട്ടൽ ഷോയായി തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനെ മാറ്റി കഴിഞ്ഞോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ചോദ്യം പ്രസക്തമാണ്. 2014 ശിവജിയുടെ പ്രതാപ്ഖണ്ഡിലേക്ക് പോയി, 2019 കേദാർനാഥിലേക്ക് പോയി, 2024 കന്യാകുമാരിയിലേക്ക് പോയി. അത്ര ആത്മവിശ്വാസത്തിന്റെ മുനമ്പിലാണോ നരേന്ദ്രമോദി? നരേന്ദ്രമോദിയുടെയും BJPയുടെയും പൂർണ്ണമായും ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയായിരുന്നു. അധികാരം കിട്ടുമ്പോൾ മുഴുവൻ അഴിമതിയും കെടുകാര്യസ്ഥയും മാത്രം മുഖമുദ്രയായിരുന്ന കോൺഗ്രസിന് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ വിറയ്ക്കുകയാണ്. അവർക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്കും NDA സഖ്യവും വലിയ ഭൂരിപക്ഷം നൽകുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടാണ് അത് നേടിയത്. 10 വർഷം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടും ഈ സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡ് ഈ ക്യാമ്പയിനിൽ പ്രധാനമന്ത്രിക്ക് അവതരിപ്പിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? ഒരെണ്ണമെങ്കിലും. ഈ രാജ്യം മുഴുവൻ നടത്തിയ മുഴുവൻ പ്രചരണത്തിനിടയിലും നരേന്ദ്രമോദി സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങൾ ജനങ്ങളോട് സംവദിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തുണ്ടാകുന്ന രാഷ്ട്രീയത്തെ പറ്റിയും രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ പറ്റിയൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പറയേണ്ടിടത്ത് പറയേണ്ടതെല്ലാം പറഞ്ഞു തന്നെ നരേന്ദ്രമോദി ഒറ്റവാചകത്തിൽ ആത്മവിശ്വാസത്തിന്റെ പടുകുടിയിൽ നിന്ന് കരകയറാനുള്ള അവസാന ശ്രമമാണ് വിവേകാനന്ദ പാറയിലുള്ള മോദിയുടെ യാത്ര. അത് ജൂൺ 4 ശേഷം നമ്മൾ തിരിച്ചറിയാൻ പോവുകയാണ്. രാഹുൽ ഗാന്ധിയോ ഇന്ത്യയിലെ ജനങ്ങളെ
debate with Arun Kumar